അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി തമ്മിൽ കണ്ടപ്പോൾ പിടിയിട്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മുടെ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒക്കെ കൂടിയിട്ടുള്ള ഒരു അവിയൽ പരിവുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മുടെ കേട്ടോ. അപ്പം 2 ദിവസമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം കൂടി ഒന്നിച്ചാകുമ്പോൾ സാധിക്കില്ല, ഇപ്പോൾ ജോലിക്ക് പോലും കൂടി ആയപ്പോൾ. അപ്പം ഞാൻ ക്രിസ്മസ് ട്രീ ഒക്കെ മുന്നേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചത് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് ഡേയും പിന്നെ ന്യൂ ഇയറിൻ്റെയും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വിജുചേട്ടൻ ഒരു ദിവസം എന്ത് ചെയ്തെന്നു, എനിക്ക് ട്രീ ഒക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് അതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അതിൻ്റെ ലീഫെല്ലാം അടർത്തി ലെവലാക്കി വെച്ച് തന്നു എനിക്ക്. പിന്നെ എനിക്ക് അതുമ്പോൾ ഡെക്കോറും കാര്യം ചെയ്താൽ മതിയല്ലോ. പിന്നെ നിറച്ച് പൊടിയാണ്. നമ്മൾ കഴിഞ്ഞ പോലെ ഇത് എടുത്ത് വെക്കുന്ന നേരത്ത് പൊടിയൊക്കെ തട്ടിയെടുത്ത് വെച്ചത്. അത് എവിടെ നിന്നാണോ ഇമ്മാതിരി പൊടിയൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഈ ട്രീയുടെ മീതെ ഓൾറെഡി നമ്മൾ മേടിക്കുമ്പോൾ ക്രിസ്മസ് ചെറീസ് അതിൻ്റെ മീതെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മേടിക്കേണ്ടി വരില്ല, അത് അതുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ലീഫെല്ലാം അവിടെയൊക്കെ ഗ്യാപ്പ് കാണുന്നിടത്തെല്ലാം അതിൻ്റെ ലീഫൊക്കെ അടക്കി നമ്മൾ ഭംഗിയാക്കി സെറ്റ് ചെയ്യണം. ഇപ്പുറത്തെ എനിക്ക് 2 കേക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ അതിനുള്ള കേക്കിൻ്റെ ബേസ് ഞാൻ ബേക്ക് ചെയ്ത് വെച്ചു. ഇന്ന് എനിക്ക് എന്താ പറയുക മുടവാണ്, അപ്പോൾ അതുകൊണ്ട് ഓഫുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മൊത്തത്തിലൊന്ന് വീട് ക്രിസ്മസിൻ്റെ ഒരു പരിവാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. കർട്ടനൊക്കെ ഊരിയെടുത്തു. വിജുചേട്ടൻ എപ്പോഴും പറയും ഒറ്റയ്ക്ക് ഇങ്ങനെ കസേരയൊന്നും ഇട്ട് കയറരുത് എന്നൊക്കെ. ഇതിപ്പോൾ വീഡിയോ വിജുചേട്ടൻ കാണുമ്പോൾ ഇനി അടുത്തത് കേൾക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കയറുന്ന വീഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ഞാൻ ഫാനൊക്കെ തുടക്കിയതുപോലെ ടേബിളിൻ്റെ മീതെ കസേര ഇട്ട് കയറും. അപ്പോൾ അതൊക്കെ ഡേഞ്ചറാണ് കേട്ടോ, ആരും ചെയ്യരുത്. ഒരു പ്രാവശ്യം ഞാൻ വീഴാനൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു, കർട്ടനൊക്കെ എടുത്ത് അഴിച്ച് മാറ്റി ബെഡ്റൂമിലും ഹോളിലും ഒക്കെ. പിന്നെ നമ്മുടെ ഇത് കാലങ്ങളായിട്ട് ഒരു 10 ഇയേഴ്സൊക്കെ ആയിട്ട് എൻ്റെ കയ്യിലുള്ള ക്രിബ് സെറ്റും പിന്നെ അതുപോലെ സാൻഡിയും പിന്നെ അതുപോലെ ആ സ്നോയുടെ ക്രിസ്മസ് ട്രീ, ഗോൾഡൻ ക്രിസ്മസ് ട്രീ എല്ലാം എൻ്റെ കയ്യിൽ കുറേ കാലങ്ങളായിട്ട്. ഞാൻ ഡേയ്സൊന്നും പിന്നെ ഇവിടുന്ന് മേടിക്കാറ് ബ്രാൻഡ് ഫോർലെസ്സിൽ നിന്നാണ് ഞാൻ ഇങ്ങനത്തെ ഐറ്റം മേടിക്കാറ് കേട്ടോ. ക്രിസ്മസിൻ്റെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ മീതെയുള്ള ആ ഗ്രീൻ ഗ്രാസൊക്കെ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ മീതെന്ന് കുറേ കാലമായില്ലേ. ഞാൻ എപ്പോഴും ഇവിടെ അതിൻ്റെ ഗ്രാസ് തന്നെ നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടാറില്ല, ഡ്രൈ ആയിട്ടുള്ളത്. നാട്ടിൽ പോകുമ്പോൾ ഇപ്രാവശ്യം എന്തായാലും തപ്പിയെടുക്കണം അത്. എന്നിട്ട് ഇവിടെ കൂടെ നമുക്ക് ഗ്ലൂ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല ഫ്രഷ് ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ മീദത്തെ എല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലാവണേ. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചപ്പോൾ ഒരു 10 വർഷമായിട്ടുള്ള ഒരു ക്രിബിൻ്റെ സെറ്റാണ്, ഞങ്ങൾ ആദ്യമായിട്ട് മേടിച്ചതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അത് കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പുൽക്കൂടി സെറ്റ് ചെയ്തതും കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് നിന്ന ആ ഒരു സമയം ക്രിസ്മസിൻ്റെ ടൈമൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മ വരും. ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല കേട്ടോ. ഇത് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ഡേയ്സോലാണ്. എനിക്ക് ഡേയ്സോ കണ്ടോ ഒരു ഇത്തിരി ഫിനിഷിംഗ് ഉള്ള പോലെ ഡേയ്സോയിൽ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇത് കാണുമ്പോൾ എന്തൊരു എളുപ്പമല്ലേ, പക്ഷെ അന്നത്തെ ദിവസം ഞാൻ രാത്രി ഇത് അറിഞ്ഞിട്ടേ ഇല്ല. എന്തൊരു വീഡിയോ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഇതുപോലെ ആയി കിട്ടുകയാണെങ്കിൽ നമുക്ക് ജോലിയൊക്കെ എടുക്കുന്ന നേരത്ത് പണിയൊക്കെ എടുക്കുമ്പോൾ. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ 2 ചോക്ലേറ്റ് കേക്ക് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് ബേക്ക് ചെയ്തു. അതിൻ്റെ മീതെ കുറച്ച് ഇതിൻ്റെ മീതെ സാൻഡേനിയൊക്കെ ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിച്ച ക്രിസ്മസിൻ്റെ ട്രീ ഒക്കെ. പക്ഷെ അതിനൊന്നും ടൈം കിട്ടിയില്ല, രാത്രിയായി. അപ്പോഴത്തേനും ഇത് കാണുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, പക്ഷേ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് വന്ന് ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും രാത്രിയായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മീതെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് അതിൻ്റെ മീതെ വൈറ്റും ഗോൾഡും. ഇപ്പോഴത്തേനും രാത്രി ആയിട്ടുണ്ട്. ക്യാമറയും ഒരു ചെറിയ പണി തന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, പഴയ ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്തിരി ക്ലിയർ കുറവൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ അധികം ലാവിഷായിട്ടുള്ള കറികളോ കാര്യങ്ങളോ ഇപ്പോൾ ഈ ജോലിക്ക് പോകാൻ കാരണം എന്നാലും പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് മീൻകറിയൊക്കെ നമ്മൾ രാത്രി തന്നെ എല്ലാ കറികളും ഞാൻ രാത്രി തന്നെ സെറ്റ് ചെയ്തു. മീൻകറി മാങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഉലുവിട്ട് മാങ്ങ വറുത്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് കുറച്ച് സവോള അധികമുള്ള പോലെ തോന്നും കേട്ടോ. പക്ഷെ അത് അധികം ഇല്ല, വീഡിയോയിൽ കാണുമ്പോൾ കുറേ ഉള്ള പോലെ തോന്നുന്നുണ്ട്, പക്ഷെ കറിയിൽ അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് കാണുമ്പോൾ എന്തോ കുറേ സവോള ഉള്ള പോലെ തോന്നുന്നു. കുറേ സവോള ഉള്ള പോലെ തോന്നുന്നു. അതാണ് അതിൻ്റെ കറക്റ്റ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മീൻകറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. മീൻകറി നമ്മുടെ അവിടെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇങ്ങനെ താളിച്ച് വെക്കും. പക്ഷേ ഇത്തിരി ക്ലിയർ കുറവുണ്ട് കേട്ടോ വീഡിയോ. ഞാൻ വേറെ ഫോണിൽ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം മീൻകറി പിന്നെ അതുപോലെ ബീഫ് ഇപ്രാവശ്യം ഞാൻ വെച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബീഫ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നു റോസ്റ്റ് ചെയ്തത്. അപ്പോൾ ബീഫ് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പകരം ഞങ്ങൾ എന്ത് ചെയ്തു, ലിവർ കണ്ടോ, ലിവർ നല്ലോണം കുക്കറിൽ അടിച്ച് ബീഫിൻ്റെ ലിവറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്.
നല്ല കുരുമുളക് ഇട്ട് വേവിച്ചെടുക്കണം. ആദ്യം നല്ല വിസിലടിക്കണം കേട്ടോ, ലിവറിനൊക്കെ നല്ല വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം വേവിച്ചെടുത്തു. പിന്നെ ഇപ്പുറത്ത് കുഞ്ഞു കഷ്ണമായിട്ട് നമ്മൾ ചിക്കൻ മുറിച്ചിട്ട് നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തേച്ച് പുരട്ടി വെച്ചു വറുക്കാനായിട്ട്. ഇപ്പുറത്ത് മീൻകറി സെറ്റാവുന്നു, അപ്പുറത്ത് ലിവർ സെറ്റാവുന്നു, ഇപ്പുറത്ത് കോഴി വറുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രാവശ്യവും എല്ലാ റോസ്റ്റാണ് വരാറ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാം ഒന്ന് മാറ്റി പിടിച്ചു. ബീഫിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയും ചെയ്തു. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അവസാനം നമ്മുടെ മീൻകറി സെറ്റ് ചെയ്തെടുക്കുക. ഇതെല്ലാവർക്കും അറിയണതല്ല, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യണില്ല. അന്നത്തെ ഒരു മൊത്തം വ്ളോഗായിട്ട് ഞാൻ കാണിക്കുകയാണ് കേട്ടോ. മീൻകറി എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ സ്റ്റൈല്. ഇപ്പം എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ചെയ്യും, തൃശ്ശൂർ സ്റ്റൈലെന്നൊന്നും പറയാനുള്ളതില്ല. അടുത്തത് നമ്മൾ ചിക്കൻ എല്ലാ പ്രാവശ്യം റോസ്റ്റ് ചെയ്യാറുണ്ട് പല തരത്തിലും. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം എന്ന് വെച്ചാൽ സവോളയൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പുരട്ടി വെച്ച മുളകും മല്ലിപ്പൊടി ഇല്ല കേട്ടോ, മുളകും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തേച്ച് പുരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനെ വെളിച്ചെണ്ണ ധാരാളം ഒഴിക്കണം. അപ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളി മുരിഞ്ഞിട്ടുള്ള ഒരു ടേസ്റ്റ് വരുള്ളൂ. ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങളാണ് കൂടുതൽ യൂസ് ചെയ്യാറ് ഇറച്ചിക്കറിയും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ കേട്ടോ. അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൽ ചെയ്താൽ എനിക്ക് അത്ര ഇഷ്ടം ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് കേട്ടോ എത്ര വലിയ പാത്രങ്ങളൊക്കെ കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ ഭംഗിയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കൊക്കെയാണ് എടുക്കാറ്. പക്ഷേ ഇറച്ചിയും ഇതൊന്നും അതിൽ ചെയ്ത ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിനിടയിൽ അപ്പുറത്ത് ഞാൻ റൂമെല്ലാം സെറ്റ് ചെയ്തു. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം പള്ളിയിലേക്ക് പോയിട്ട്, പുലർച്ചെയായിരുന്നു കുർബാന. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ അപ്പം കഴിച്ചു, മീൻ കറി കൂട്ടിയിട്ട് സുഖമായി കിടന്നുറങ്ങി. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക വെതറായിരുന്നു ക്രിസ്മസിൻ്റെ അന്ന്. മഴയും ഒക്കെ ആയിട്ട് കുർബാന കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു അന്നത്തെ ദിവസം ദുബായിലും ഷാർജയിലൊക്കെ. 11 മണിയായിട്ടും നമുക്ക് എണീക്കാൻ തന്നെ തോന്നില്ലായിരുന്നു. ഞങ്ങൾ അന്നത്തെ ദിവസം ബ്ലൂ വാട്ടർ ഐലൻഡൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്ലൂ വാട്ടർ ഐലൻഡ് പോയിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് സീസണിൽ. നല്ല രസം അവിടെ കാണാനായിട്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ ഞങ്ങൾ ഉച്ചയാകുമ്പം വേറെ 1-2 സ്ഥലങ്ങളിൽ പോകാണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി ക്രിസ്മസിൻ്റെ അന്ന്. പിന്നെ ഓൾറെഡി തലേ ദിവസം നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെ അന്ന് അങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടി കുക്കിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ കൊല്ലത്തെയും പോലെ അല്ലായിരുന്നു ഇക്കൊല്ലം കേട്ടോ. തീർത്തും വ്യത്യസ്തമായിരുന്നു ജോലി കിട്ടിയതിന് ശേഷമുള്ളത്. തലേ ദിവസമായിരുന്നു ഞങ്ങളുടെ ആഘോഷമൊക്കെ. പിന്നെന്താ, ക്രിസ്മസിൻ്റെ അന്ന് രാത്രി ഇത്തിരി വിഷമമൊക്കെ ഉണ്ടായി. കാരണം എനിക്കങ്ങനെയാണ്, ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിയാന്ന് പറയുമ്പോൾ ഒരു വിഷമം പോലെയാണ്. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ്. അപ്പോൾ അങ്ങനെ 2022 അവസാനിക്കുകയാണ്. അപ്പോൾ 2023-ലായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഇത് അതായത് 2022-ലെ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ വെടിക്കെട്ടാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ റൂമിലിരുന്ന ബുർജ് ഖലീഫയെന്ന് കാണാം, പിന്നെ അതുപോലെ ഫെസ്റ്റിവൽ സിറ്റി കാണാം, പിന്നെ 1-2 സ്ഥലങ്ങളിലും കൂടി അവിടെ കാണാൻ പറ്റും നമുക്ക് വെടിക്കെട്ട്. നമ്മുടെ റൂമിലിരുന്നാൽ മതി. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും രാത്രി ആയതുകൊണ്ട്. പിന്നെന്താ, ഇപ്രാവശ്യം ഞങ്ങൾ എന്ത് ചെയ്തു, അൽമജാസ് ഏരിയയിലേക്ക് പോയി. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനിങ്ങോ കുക്കിങ്ങോ അതൊന്നും ഉണ്ടായിരുന്നില്ല. കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടാക്കി. പിന്നെ നൈറ്റ് ഞങ്ങൾ അൽമജാസ് ഏരിയയിലേക്ക് പോയി. അവിടെ പോയിട്ടാണ് ഇപ്രാവശ്യം നമ്മുടെ
അടിപൊളിയായിരുന്നു കാണാനൊക്കെ. ഞങ്ങൾ ഇപ്രാവശ്യം പോകാൻ ഒട്ടും പ്ലാൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ വിജയ് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഇങ്ങനെ പോകുന്ന ഒട്ടും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം റൂമിലിരുന്ന് കാണാൻ പറ്റണതൊക്കെ കൂടി ഇരുന്ന് കാണാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. നാട്ടിലെ നമ്മുടെ പൂരത്തിൻ്റെ അത്രയും നോക്കില്ല, എങ്കിലും ഇവിടെ നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ 2022 വളരെ നല്ലൊരു വർഷമായിരുന്നു കേട്ടോ. എല്ലാ വർഷങ്ങളും എനിക്ക് നല്ല വർഷങ്ങൾ തന്നെയാണ്, പക്ഷേ 2022 ഇത്ര കൂടി നല്ല വർഷമായിരുന്നു. ഇനി 2023 അത് ഇതിലും നല്ല വർഷം ആയില്ലെങ്കിലും ഇതുപോലെയൊക്കെ പോയി കിട്ടിയാൽ മതി എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ന്യൂ ഇയറും ക്രിസ്മസൊക്കെ ആഘോഷിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഈ വെടിക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തൊരു തിരക്കായിരുന്നു എന്നറിയൂ. നോക്കിയേ, എത്ര ജനമായിരുന്നു, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ ആൾക്കാർ ബുർജ് ഖലീഫയിൽ കാണാൻ പോകും, രാവിലെ തന്നെ എല്ലാവരും പോകുന്നൊക്കെ അറിയാം, ഞങ്ങളും പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഷാർജയിൽ ഇത്ര തിരക്കുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു അവിടെയൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറന്നാലും എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ വീഡിയോ കാണാൻ മറക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ. ലൈക്ക് ചെയ്തില്ലെങ്കിലും ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ.